സ്റ്റവ് കത്തിച്ചു. മടിയും പോലെ കൊടപ്പുളി 50 ഗ്രാം ഏകദേശം. ഇത് മത്സരം ചേച്ചി പടിപ്പുര ഷാപ്പിലെ നെയ്മീൻ്റെ തല പാചകം ചെയ്യുന്നതിൽ അതിവിദഗ്ധ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? സ്റ്റവ് കത്തിച്ചു. ചൂടാണോ അല്ലേ? ഓക്കെ. 2 കിലോയുള്ള നെയ്മീൻ്റെ തലയാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. എന്തോരം എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കണം? 100 ഗ്രാം. 100 ഗ്രാം എൻ്റെ ഒരു കൈയളവ് അല്ലേ? അതിനുശേഷം എന്നാ ഇടണം? ഉലുവ കുറച്ച്, ഒരു 3 നുള്ള് മതിയാവില്ലേ? ഓക്കെ. 3 നുള്ള് ഉലുവ മൂത്ത് നല്ലൊരു പൊട്ടി. അടുത്തത് വെളുത്തുള്ളി ചതച്ചതാണോ? വെളുത്തുള്ളി ചതച്ചത്. ഓക്കെ. എന്തോരം വേണത്? 1 സ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഓക്കെ. ഇഞ്ചി എന്തോരം? ഇഞ്ചി എത്ര തന്നെ? 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്. സവോളയും പച്ചമുളകും. ഇത് എത്ര സവോള ഉണ്ട്? 2 സവോള വട്ടത്തിൽ അരിഞ്ഞത്. പച്ചമുളക് എത്ര എന്തോരുണ്ടോ? 4-5 പച്ചമുളക്. പിന്നെ കുറച്ച് കറിവേപ്പില നമ്മളിട്ടു. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെയല്ലേ? മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഓക്കെ. അപ്പോൾ സവോള ഏകദേശം നന്നായിട്ട് പാകപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഇതുപോലെ. പിന്നെ ഇതിന്റെ മുളകും മല്ലി. എന്തോരം വീതം? ഒരു 100 ഗ്രാം മുളകും 50 ഗ്രാം മല്ലി. 100 ഗ്രാം മുളകും 50 ഗ്രാം മല്ലി. അത് നരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് എന്തോരം നേരം ഇങ്ങനെ ഇരിക്കണം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. അപ്പോൾ നമ്മളിട്ട മസാലകളെല്ലാം നല്ല ഭംഗിയായിട്ട് വാടിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ട അടുത്ത്? തേങ്ങാപ്പാൽ. ഇതെന്തോ എത്ര തേങ്ങയുടെ പാലായത്? 1 തേങ്ങ മുഴുവൻ ഒഴിക്കാലോ? ഇത് തിളച്ച് പറ്റണോ? ഉപ്പും പുളി ഇടണം. ഇപ്പൊ ഉപ്പും പുളി ഇടണം. ഓക്കെ. ഉപ്പ് പാകത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന്. പുളി എന്തിനും വേണം? പുളികൾ 50 ഗ്രാം. നല്ല കൊടപ്പുളി 50 ഗ്രാം ഏകദേശം. ഓക്കെ. വെള്ളം ഒഴിക്കല്ലേ? ഇത് എന്തോരം നേരം ഇരുന്ന് തിളയ്ക്കണത്? 15 മിനിറ്റ് വേണം അല്ലേ? നല്ല രുചിയുള്ളൊരു മണം വന്നിരിക്കുന്നുണ്ട്. ആഹാ. നമുക്ക് തല എടുത്തിട്ട് വരാം. അരയെന്നല്ലേ നെയ്മീൻ്റെ? നമ്മൾ നെയ്മീൻ്റെ തല ഒരു വശത്ത് വേവിച്ച് വെച്ചിട്ടായിരുന്നു. വേവിച്ച് വെക്കാന്ന് പറഞ്ഞാൽ ചേച്ചി ഇതിനകത്തുള്ള എന്തൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചത്? ഉപ്പും പുളിയും മഞ്ഞളും. നെയ്മീൻ്റെ തല നമ്മൾ ഇപ്പം ഗ്രേവിയാണ് ഇടതുവശത്ത് തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലതുവശത്ത് നെയ്മീൻ്റെ തല നമ്മൾ ഉപ്പ്, പുളി, മഞ്ഞപ്പൊടി ഇവ 3ഉം ചേർത്ത് നല്ല രീതിയിൽ വേവിച്ച് റെഡിയാക്കി വെച്ചേക്കുവാണ്. വേവിച്ചെന്ന് പറഞ്ഞൊരു 1/4 ഭാഗം അല്ലേ? ഇനി ഒരു 1/4 ഭാഗം ഇനി ഈ ഗ്രേവി കിടന്ന് വേണം അല്ലേ? ഇത് ഇങ്ങോട്ട് ഇട്ടോളൂ. ചട്ടമൊക്കെ മാറ്റി എടുക്കുവാണേ. നെയ്മിൻ്റെ തല നമ്മളിങ്ങനെ അദ്ദേഹത്തിനെ ചാറ് കോരി വെച്ച് ഇങ്ങനെ സോഫ്റ്റ് ആക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ ഭാഗം ഇനി തിരിച്ചിടും. ആഹാ. തള്ളി പിടിച്ചോ. ഒരു കണക്കിന് തല നമ്മൾ ചെരിച്ചിട്ടിട്ടുണ്ട്. മൊത്തം ഇത് വീണ്ടും ചാറൊഴിക്കണ്ടേ ഇതിനകത്ത്? വലിയ തലയായിട്ട് പെട്ടെന്ന് ഉടയൂല്ലേ? ഇതിങ്ങനെ നനയ്ക്കുമ്പോഴേ ഇതിന്റെ രുചി കൂടുമോ? ഉള്ളിലേക്കെല്ലാം മസാല ഇറങ്ങൂല്ലേ? ആയിട്ടുണ്ട്. വേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇറക്കാം. വേപ്പില് വെളിച്ചെണ്ണ ഓക്കെ ഒഴിക്കാം. അങ്ങനെ നമ്മൾ അവസാന മിനുക്കുപണിയായിട്ടുള്ള വേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് നെയ്മീൻ തലക്കറി റെഡിയാക്കി എടുത്തിരിക്കുകയാണ്.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുന്നത്. കേട്ടാ, ഒരു 2 കിലോയുള്ള മീൻ തല എന്ന് പറഞ്ഞോ. ഇതിൻ്റെ നോക്കണേ, ഇത് ജോയൊക്കെ കണ്ട ഇങ്ങനെയൊക്കെ വേർപ്പെടുത്തിയിരുന്നത് ഇതൊരു ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് രുചി നോക്കാം അല്ലേ? ചേച്ചി ഗ്രാൻഡ് ആയിട്ടുണ്ട്, നല്ല റോയൽ സാധനം. കഴിക്കുകയാണെങ്കിൽ ഇതാ ഈ എന്താ പറയുക, നെയ്മീൻ്റെ തല കഴിക്കണം. റോയൽ എന്ന് പറഞ്ഞാൽ റോയൽ സാധനം എന്തായാലും കലക്കിയിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഇന്ന് വൈകുന്നേരത്തേക്കുള്ള പണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കുറച്ച് നേരം കഴിച്ചു. മനസ്സറിഞ്ഞ് രുചി അറിഞ്ഞുള്ളൊരു യാത്രയായിരുന്നു പടിപ്പുരയിലേക്ക്. അടുത്തയാഴ്ച പുതിയ രുചികളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.